നടൻ ധനുഷും നടി മൃണാൾ ഠാക്കൂറും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. 2025 മെയ് മാസത്തിൽ ഇരുവരും ഒരുമിച്ചുള്ള സെൽഫി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിനുശേഷമാണ് ഗോസിപ്പ് വരാൻ തുടങ്ങിയത്. ഇടയ്ക്ക് ചില ഇവന്റുകളും ഇവര് ഒരുമിച്ച് കണ്ടു. ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരാകാൻ ഒരുങ്ങുമെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വാലന്റൈൻസ് ഡേ ആയ ഫെബ്രുവരി 14 ഇവർ വിവാഹിതരാകും എന്ന് പ്രചരിക്കുന്നുണ്ട്. ധനുഷോ മൃണാലോ ഇവരുടെ ഭർത്താക്കളോട് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇത് സത്യമാണോ എന്ന ചോദ്യം പരക്കെ ഉയരുന്നുണ്ട്. അതേസമയം ധനുഷ് തന്റെ സുഹൃത്ത് മാത്രമാണെന്ന് മൃണാൾ ഒരിക്കൽ പറഞ്ഞിരുന്നു. വിവാഹമോചിതനാണ് 42-കാരനായ ധനുഷ്. സംവിധായിക ഐശ്വര്യ രജനികാന്തായിരുന്നു ധനുഷിന്റെ മുൻ ഭാര്യ. ഇവർക്ക് 2 മക്കളുണ്ട്. 2022 ധനുഷും ഐശ്വര്യയും തങ്ങൾ വേർപിരിയുകയാണെന്ന് അറിയിച്ച് പ്രസ്താവന പുറത്തുവിട്ടത്. 2024 ഇരുവരും നിയമപരമായി വിവാഹമോചിതരായി. മക്കളുടെ കാര്യത്തിൽ രണ്ടുപേരും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇവർക്കിടയിൽ സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. സംവിധായകൻ സെൽവരാജാണ് ധനുഷിന്റെ സഹോദരൻ. സെൽവരാഘവനും ഭാര്യ ഗീതാഞ്ജലിയും വേർപിരിയുന്നെന്ന ഗോസിപ്പുകൾക്കിടെയാണ് ധനുഷ് രണ്ടാം വിവാഹം ചെയ്യുന്നു എന്ന വാർത്ത പരക്കുന്നത്. ഈയടുത്താണ് സെൽവരാജൻ സോഷ്യൽ മീഡിയ പങ്കുവച്ച ചില വാചകങ്ങളാണ് ഗോസിപ്പിന് കാരണമായത്. ജീവിതത്തിൽ എല്ലാം തകിടം മറിയുന്നത് കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള വാചകമാണ് സെൽവരാജൻ പങ്കുവച്ചത്. സെൽവരാജിനൊപ്പമുള്ള എല്ലാ ഫോട്ടോയിലും ഗീതാഞ്ജലി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. നടി സോണിയ അഗർവാൾ ആയിരുന്നു സെൽവരാജിന്റെ മുൻ ഭാര്യ. സെൽവ രാഘവന്റെ 3 സിനിമകളിൽ സോണിയ നായികയായിട്ടുണ്ട്. സിനിമാ ഷൂട്ടിങ്ങിനിടെ ഇരുവരും പ്രണയത്തിലായി. 2006 വിവാഹം ചെയ്തു. എന്നാൽ 2009 ഇവർ പിരിഞ്ഞു. സെൽവരാജിന്റെ സിനിമകളിൽ സഹസംവിധായകയായി പ്രവർത്തിച്ച ആളാണ് ഗീതാഞ്ജലി. സെൽവരാഘവൻ സംവിധാനം ചെയ്ത മയക്കം എന്ന സിനിമയിൽ ഗീതാഞ്ജലി സഹസംവിധായികയായി പ്രവർത്തിച്ചു. പിന്നീട് വിവാഹം ചെയ്തു. 2011 വിവാഹിതരായ ഇരുവർക്കും 3 മക്കൾ പിറന്നു. സെൽവരാജിനെക്കുറിച്ച് ഒരിക്കൽ പിതാവ് കസ്തൂരിരാജ സംസാരിച്ചിരുന്നു. ഗീതാഞ്ജലി വന്ന ശേഷമാണ് സെൽവരാജന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായത്. അതിനുമുമ്പ് മെഷീൻ പോലായിരുന്നു. 3 കുട്ടികൾ പിറന്നു. ഗീതാഞ്ജലി ഇല്ലായിരുന്നെങ്കിൽ അവനൊരു ഭ്രാന്തനായി എന്ന് തോന്നും. വലിയ ബുദ്ധിശാലിക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെങ്കിൽ എന്ന് ഒരിക്കൽ കസ്തൂരിരാജ പറഞ്ഞത്.